Ladies and gentlemen, Kamal Haasan, രജനീകാന്ത് ഓൺ ആ മൂവി. എൻ്റെ ദൈവം, നിങ്ങൾക്ക് ഞാൻ എന്ത് ഹാപ്പിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ച ഒരു കോമ്പിനേഷനാണെന്ന് അറിയൂ. പണ്ട് എങ്ങാണ്ടോ പഴയ ഒരു പടത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ. അതിനുശേഷം ഇവർ രണ്ടുപേരും സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറും യൂണിവേഴ്സൽ സ്റ്റാറും മറ്റേ സൂപ്പർ സ്റ്റാറൊക്കെ ആയതിനു ശേഷം രണ്ടെണ്ണം മറ്റേ റൈവലറി തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു പോയിന്റ് പോലും എങ്കിലും മമ്മൂക്കായും ലാലേട്ടനും ഒരുമിച്ച് പടത്തിൽ അഭിനയിക്കും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഹരികൃഷ്ണൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ നരസിംഹത്തിൽ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ. അതുപോലും വരൂല രജനീകാന്ത് കമൽഹാസൻ. ഇവിടെ ആ കോമ്പിനേഷനിലൊരു പടം ഫൈനലി വരണം. അതും നെൽസൺ ഡയറക്റ്റ് ചെയ്യണം. ഇതിൽ കൂടുതൽ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പടം ഫോർ മീ. എൻ്റെ ഞാൻ ഇവരെ രണ്ടെണ്ണത്തിൻ്റെയും പടങ്ങൾ കണ്ട് അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം. അതേപോലെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് ജീവിതത്തിൽ നടക്കൂല എന്നുള്ളൊരു വിഷമം എനിക്കറിയാം. അജിത്ത് വിജയ് പണ്ട് ഏതോ ഒരു പടത്തിൽ മറ്റേ പാവം വിജയില് മാസല്ലാത്ത വിജയിലൊക്കെ സമയത്ത് ഇവർ രണ്ടിലും ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം അഗെയിൻ ഇവർ റൈവലായി. ഇപ്പം അങ്ങേര് പൊളിറ്റിക്സിൽ പോകണം, അങ്ങേര് അവസാനം ഇറങ്ങണം, പടവും ഇറങ്ങണില്ല. അതിന് നടക്കൂല. പക്ഷെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനമാണ് അജിത്തും വിജയും ഒരു പടത്തിൽ. അത് നടന്നില്ല. അറ്റ്ലീസ്റ്റ് ഇത് നടന്നു. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. നിങ്ങളെല്ലാവരും കണ്ടെന്ന് എനിക്കറിയാം. അത് തന്നെ റെഡ് ജയൻറ്റ് മൂവീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 8.3 മില്യൺ വ്യൂ ഓൾറെഡി. പിന്നെ അല്ലാതെ ഗ്ലിംസ് ഓഫ് കമൽഹാസൻ രജനീകാന്ത് റീയൂണിയൻ. നെൽസൺ അനിരുദ്ധ് മ്യൂസിക്. ആഹാ ரொம்ப பிரமாதம். எந்த ரூமுக்கு ஃபர்ஸ்ட் போகிறது புதுவிதமான கன்ஃபியூஷனாக இருக்குது. ബാക്ക്ഗ്രൗണ്ട് കണ്ട ഗോഡ് ഫാദറും വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്കയും. இந்த ரூமுக்கா ரெண்டுல தான் தொடுங்க. என்ன தல சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா ராகஞ்சி. சரி கரகர பிரியால போயிடும். போய் சொல்கிறேன். தொண்டை வர ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே இப்படி ஏமாத்துறியப்பா. பாவம் அதர்ஸ். பட் இந்த 2 ஃபிங்கர் டெக்னிக் ரொம்ப நல்லா இருக்கு. நம்மளும் இதையே ஃபாலோ பண்ணுவோம். 3 മിനിറ്റ് ആടായി. இந்த ரூமுக்கே போகலாம். சரி சூப்பர் சார். ரஜினி சாரும் இதான் செலக்ட் பண்ணியிருக்காரு. എടാ ഇത് സൂപ്പർ സാധനമായിരിക്കും കേട്ടാ. குட் சாய்ஸ் சார். கமல் சாருக்கு இது ரொம்ப அழகாக இருந்தது. இருக்கட்டும். இது சார் எடுத்திருக்காரா இல்லையா? இல்லை சார், இது சார் எடுக்கல. இது G-Shock. சார் எடுத்து கட்டிட்டார் சார். രണ്ടെണ്ണം ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഏതോ ഒരാൾ വില്ലനാണ്. രജനീകാന്ത് വില്ലനായ സൂപ്പറാണ്. ആഹാ ഏയ് എടാ ക്ലാസിക്. എന്നാ എടാ ഈ ഫ്രെയിം ഉണ്ടല്ലോടാ. ഞാൻ ചുമ്മാ പറയണല്ലേ. എന്നിലെ 90s കിഡ്സ് ഉണ്ടല്ലോ. എടാ എന്ത് രസമാടാ. ബിഗ് സ്ക്രീനിലുണ്ടല്ലേ മോനെ. ഇത് കാണാൻ വരാൻ പോകുന്നത് 90s 80s ആൾക്കാരുണ്ടല്ലോ. അമ്മോ. അതിന് ശേഷം ചിലപ്പം ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് ടിക്കറ്റ് കിട്ടിയാലേ. ബിക്കോസ്
ഞാൻ നമുക്കൊക്കെ ഇത് ഭയങ്കര, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കമലഹാസനൊന്ന് ആ പെങ്കൊച്ച നോക്കിയപ്പോൾ ഒന്ന് ഇങ്ങനെ കണ്ണ് കൊടുക്കാമായിരുന്നു. Man, this movie is going to be പൊളി. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ നടൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു ഫ്രണ്ട്ലി റൈവൽ സാധനമായിരിക്കും ഇത്. ബിക്കോസ് ഒരാൾ വില്ലൻ എന്ന് പറയുന്നത് അത് നടക്കൂല കേട്ടോ. രണ്ടുപേർക്കും മറ്റേ ആളെ തോപ്പിക്കുക, ഇവനെ തോപ്പിക്കുക എന്നുള്ള സാധനത്തിൽ അവസാനം ഒരു ജോയിൻറ്റ് ഫോഴ്സൊക്കെ ആകുന്ന പരിപാടിയായിരിക്കും. ഭയങ്കര രസമായിരിക്കും കേട്ടോ. നെൽസൻ്റെ ഒരു ഭാഗ്യോടെ, എനിക്ക് വേറെ ഒന്നും പറയാമല്ലോ, നെൽസൻ്റെ ഭാഗ്യമാണ് ഈ ഫ്രെയിം. ഈ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ രീതിയിലുണ്ടോ, നമ്മളിങ്ങനെ കൊതിക്കും. ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. മേനോനാണ് നമ്മുടെ കണ്ടുകൊണ്ടേൻ. പിന്നെ അതേപോലെ പുള്ളിയുടെ വേറൊരു പടമൊക്കെ ഉണ്ട്, പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തേക്കണം. சார் ஒரு பீட் தோணும், ஒரு பப்பி லகரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா கேட்போமா? அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒன்று கேட்கணும். யாரு ஹீரோ? கேட்கறாங்க இல்ல, சொல்லுங்க ஜி, யாரு ஹீரோ? എനിക്ക് ഒന്നും പറയല്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് എടാ. അത് ഞാൻ ഇത് രണ്ടുപേരും ഹീറോ അങ്ങനെ ഞാൻ ഇത് ഭയങ്കര ഫൺ സാധനമാണ്. അല്ലാതെ ഇത് മറ്റേ നടക്കൂല. ഈ പറയണ ഒരാൾ വില്ലൻ ഒരാൾ നടൻ, അത് നടക്കേ ഇല്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി പ്യുവർലി രണ്ട് ഗ്യാങ്ങോ അല്ലെങ്കിൽ രണ്ട് അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയാണ്. ദേ വിൽ ഹാവ് എ കോമൺ എനിമി. അല്ലാതെ ഒരാളെ വില്ലൻ ആക്കൂല, ഉറപ്പാണ്. പക്ഷെ വില്ലനിസം അന്നും ഇന്നും ക്ലാസിക്കായിട്ട് ഉള്ളത് രജനീകാന്തിനാണ്. അതൊന്നും ആ വില്ലന് പുള്ളി പീക്ക് വില്ലനായിരുന്നു. പുള്ളി വന്നതിന് ഒരു വില്ലനായിട്ടാണ്. ഏറെക്കുറെ ആ ഒരു ഡ്രസ്സിങ് പരിപാടിയും ആ ഒരു ലുക്കും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ആ വൂൾസ് എന്ന് പറഞ്ഞ സിനിമയാണ് തലയിൽ പറഞ്ഞത്. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നോക്കാം. കുറേ കോമ്പിനേഷൻ വരണമെന്നുണ്ട്. ഒന്ന് സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ ഒരു പടത്തിൽ, അത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഇത് കമലഹാസൻ, രജനീകാന്ത്, മറ്റത് അജിത്തും വിജയും. അതിന് ജീവിതത്തിൽ നടക്കൂല. എനിക്ക് അതിലൊരു വലിയ വിഷമമുണ്ട്. ഞാൻ ഒരു ഡയറക്ടറിന് പോലും അവർ രണ്ടെണ്ണത്തിന് ഒരു സാധനം കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത്. ആ സിനിമ ഉണ്ടല്ലോ, അജിത്ത് വിജയ്, ഇത് തന്നെ എന്ത് രസം. ഒന്നുമില്ല, രണ്ടുപേരും സ്ലോ മോഷനിൽ വന്നിട്ട് പുള്ളിയുടെ സ്റ്റൈൽ താക്കോലൊക്കെ എങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഏറ്റ മോനെ പടം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൊളിക്കും. ഈ സിനിമ പൊളിക്കും മോനെ. Man, I am waiting. നെൽസൺ അണ്ണാ, യു ആർ സോ ഡാം ലക്കി. എനിക്ക് ഈ പടം എങ്ങനെ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇത് പൊള്ളിയായിട്ട് എടുക്കാൻ പറ്റിയാണ്. ഇത് ദൈവത്തിനെ ഓർത്തൊരു മറ്റൊരു തഗ് ലൈഫൊന്നും പോലെ ഇവരെ ആ പാവപ്പെട്ട അങ്ങേരെ ഫ്രീഡത്തിനെ കൈവയ്ക്കാതെ അയാൾ അവൻ്റെ പണിക്ക് വിട്ടിട്ട് നല്ലൊരു പടം എടുപ്പിക്കണമെന്നാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ ഇതിൽ ഇനി ക്യാമിയോ ഒന്നും വേണ്ട. ഈ സിനിമ ഇത് തന്നെ മതി, ഇതിൻ്റെ ഹൈപ്പ് ഫാക്ടർ. മറ്റേ ജയിലറിൽ മറ്റേ ലാലേട്ടനും ഇപ്പോൾ വേണ്ട ഷാറൂഖ് ഖാനൊക്കെ വന്നത് അങ്ങനെയൊക്കെ ഹൈപ്പ് അടിക്കണം. ഇത് അതുപോലും വേണ്ട. ഈ രണ്ടെണ്ണത്തിൻ്റെയും കോമ്പിനേഷൻ മാത്രം മതി. മോനെ കിടില ഒരു കിണ്ണം കാച്ചി പെർഫോമറും സ്വാഗിൻ്റെ രാജാവും രണ്ടും കൂടെ കയറി കഴിഞ്ഞാൽ പടം കത്തും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഡ്രീം കോമ്പിനേഷനാണ് ഫോർ അസ്
ഫോർ മീ. എന്നിലെ ആ ചൈൽഡ് ഉണ്ടല്ലോ പുള്ളിക്ക് എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഐ എം വെരി ഹാപ്പി. ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ്. ഇത് കിടിലം പ്രൊമോഷൻ കേട്ടോ, സൂപ്പർ. വളരെ സിമ്പിൾ സാധനം, ക്ലാസിക് റെട്രോ സാധനം. ഇനി ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ദ അത്ഭുതം ഓൺ ദ ബിഗ് സ്ക്രീൻ. മതി. ഇത് സെലിബ്രേഷൻ ഐറ്റം ആക്കി ഇറക്കി കഴിഞ്ഞാൽ ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട്. ഐ എം വെരി സോറി, ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ശരി, ഞാൻ വെറുപ്പിച്ചത് മതി. നിങ്ങൾ ഈ ട്രെയിലർ അല്ലെങ്കിൽ ഈ സാധനം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ആൻഡ് ടീം രജനീകാന്ത് ആണോ ടീം കമൽഹാസൻ ആണോ എന്ന് കമൻറ്റിൽ പറയുക ഗൈസ്. ബട്ട് മാൻ, ദിസ് മൂവി ഈസ് ഗോയിങ് ടു റോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സൂപ്പർ. ഞാൻ ഒന്നും കൂടെ കണ്ടിട്ട് തരാം കേട്ടോ. ബൈ.